ഇന്നത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് പാകിസ്ഥാൻ പൊതു തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനം വരുന്നു എന്നുള്ളത്. ഫലപ്രഖ്യാപനം നീളുകയാണ്. 139 സീറ്റുകളുടെ ഫലം പുറത്തു വന്നപ്പോൾ ഇമ്രാൻഖാന്റെ PTIയുടെ പിന്തുണയുള്ള സ്വതന്ത്രരാണ് മുന്നിൽ. ഏറ്റവും പുതിയ വിവരങ്ങളുമായി അഖിലശ്രീ ന്യൂസ് ഡെസ്കിൽ നിന്ന്. അഖിലശ്രീ, ഇതിനോടകം തന്നെ ഫലപ്രഖ്യാപനം നീളുന്നു, വൈകുന്നു എന്നുള്ളതിൽ പലയിടങ്ങളിലും പ്രതിഷേധം നടക്കുന്നുണ്ട്. അത് തെരഞ്ഞെടുപ്പ് ഫലം അട്ടിമറിക്കാനാണോ എന്നൊക്കെയുള്ള ആരോപണം PTIയുടെ ഭാഗത്തുനിന്ന് ഉന്നയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തുവിടുന്ന ഏറ്റവും പുതിയ കണക്കുകൾ എങ്ങനെയാണ്? അവിടെയും സ്വതന്ത്രൻ മുന്നിൽ എന്നതാണോ? തീർച്ചയായും അനുജ, ഏറ്റവും ഒടുവിലായി വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം 139 സീറ്റുകളുടെ ഫലം പുറത്തു വന്നു. ഇതിൽ PTI, അതായത് ഇമ്രാൻഖാന്റെ PTIയുടെ പിന്തുണയുള്ള സ്വതന്ത്രർ 55 സീറ്റുകളിൽ വിജയിച്ചിരിക്കുകയാണ്. നവാസ് ഷെരീഫിന്റെ PMNLന്റെ സ്ഥാനാർത്ഥികൾ 43 പേരും PPPയുടെ 35 പേരുമാണ് ഏറ്റവും ഒടുവിലായി വിജയിച്ചിരിക്കുന്നത്. സ്വതന്ത്രർക്ക് മുന്നേറ്റം ഉള്ളതുകൊണ്ട് തന്നെ തങ്ങളുടേതാണ് വിജയമെന്ന അഭിപ്രായമാണ് ഇമ്രാൻഖാനുള്ളത്. വൈകുന്നേരം 5:30 ഫലം വരുമെന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. പക്ഷേ അനിശ്ചിതമായി നീളുന്ന സാഹചര്യത്തിൽ അട്ടിമറി ആരോപണം, അതായത് ഫലപ്രഖ്യാപനത്തിലും റിസൾട്ടിലും അട്ടിമറി ആരോപണം ധാരാളമായി ഉയരുന്നുണ്ട്. ഏറ്റവും കൂടുതൽ സ്വതന്ത്രർ ജയിക്കുന്ന സാഹചര്യത്തിൽ തെരഞ്ഞെടുപ്പിൽ വിജയം ഉറപ്പിച്ച മട്ടിൽ തന്നെയാണ് ഇമ്രാൻഖാൻ. തോൽവി സമ്മതിക്കണമെന്നാണ് അദ്ദേഹം PMNL നേതാവ് നവാസ് ഷെരീഫിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇതിനിടെ നവാസ് ഷെരീഫിന്റെ മകൾ മറിയം നവാസ് അന്തിമ വിജയം തങ്ങൾക്കായിരിക്കുമെന്നും അറിയിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിൽ ഇടയ്ക്കും തലയ്ക്കുമൊക്കെയായി ധാരാളം ആക്രമണ സംഭവങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അനുജ, ശരി, ഏത് തരത്തിലേക്ക് ഇതിൽ എങ്ങനെയാകും സർക്കാർ രൂപീകരണം എന്നതിൻ്റെയൊക്കെ എന്തെങ്കിലും സൂചനകളുണ്ടോ? സ്വതന്ത്രരെ കൂടി ഉൾപ്പെടുത്താൻ നവാസ് ഷെരീഫ് ശ്രമം നടക്കുന്നുണ്ട് എന്നുള്ള വാർത്തകൾ വരുന്നു. ഒരുപക്ഷെ അതിൽ PPPയുമായി ചേർന്നുള്ള ഒരു സഖ്യ സർക്കാർ രൂപീകരണത്തിലേക്ക് പോകും എന്നൊക്കെയുള്ള വാർത്തകളുണ്ട്. അതിൽ എന്തെങ്കിലും ഔദ്യോഗികമായ ചർച്ചകൾ നടക്കുന്നതായൊക്കെ അറിയാമോ? ഔദ്യോഗികമായ ചർച്ചകൾ പുരോഗമിക്കുന്നുണ്ട് എങ്കിൽ പോലും ഈ സൈന്യത്തിൻ്റെ പിന്തുണയുള്ളത് PMNLനായതുകൊണ്ട് തന്നെ PMNLനും PPയും കൂടെ സഹകരിച്ച് ഒരു സഖ്യമുണ്ടാകാൻ സാധ്യതയുണ്ടെന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. സ്വതന്ത്രർക്ക് മുന്നേറ്റമുള്ളത് കൊണ്ട് തന്നെ തങ്ങളുടേതാണ് അന്തിമ വിജയമെന്ന നിലപാടിലാണ് ഇമ്രാൻഖാന്റെ PTI. അതെ, സ്വതന്ത്രരെ കൂടി ഉൾപ്പെടുത്താനുള്ള സാധ്യത അത് തള്ളിക്കളയാതെ തന്നെയാണ് ഇപ്പോൾ പാകിസ്ഥാൻ മുസ്ലിം ലീഗ് നവാസ് ഷെരീഫിന്റെ പാർട്ടിയുടെ ഭാഗത്തു നിന്ന് വരുന്ന വിവരങ്ങൾ. എന്നാൽ അത് തള്ളിക്കൊണ്ടാണ് ഇപ്പോൾ ഇമ്രാൻഖാന്റെ പാർട്ടിയുടെ നേതാക്കൾ പ്രതികരിച്ചത്.